എല്ലാവർക്കും ട്രോൺ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെ നമുക്ക് നല്ല പ്രൊഫഷണലായ രീതിയിൽ ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായി ഇവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ 2560x1440 പിക്സലിൽ 600 റെസൊല്യൂഷനിൽ നമ്മളൊരു പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സൈസിലാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊന്നുകൂടി കാണാം. 2560x1440 600 റെസൊല്യൂഷനിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തു. freepic.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്തത്. ഇതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷമാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഇതിനുശേഷം നമുക്കിനി ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പല മനോഹരമായ രീതിയിലൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ചാനൽ ഫോണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലെ ഇതിവിടെ ക്ലിക്ക് ചെയ്തു. മറ്റേതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ ലോഗോ ഒന്ന് നമുക്ക് ഇതിലേക്ക് കോപ്പി ചെയ്യാം. ഇതാണ് നമ്മുടെ ട്രോൺ മീഡിയൻ്റെ ലോഗോ. അത് നമ്മളിങ്ങോട്ട് വലിച്ചിട്ടു. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയൊക്കെ ക്രിയേറ്റീവായി ചെയ്യാമെന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു ഐഡിയ വേണം. എന്നാൽ മാത്രമാണ് നമുക്കിത് ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളിതിൻ്റെ മുമ്പുള്ള ഫോട്ടോഷോപ്പ് വീഡിയോകളൊക്കെ നമ്മൾ സൗണ്ട് കൊടുക്കാതെ ആയിരുന്നു ചെയ്തിരുന്നത്. അന്ന് കുറേ സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ സൗണ്ട് വെച്ച് ചെയ്യും, എന്നാലും നമുക്കൊന്നും കൂടി മനസ്സിലാകും എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ സൗണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തത്. സൗണ്ട് ഉൾപ്പെടുത്തി ചെയ്യാത്ത കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റിങ് കുറേ ടൈം എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ സൗണ്ട് ഇല്ലാതെ മ്യൂസിക് കൊടുത്ത് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽ സീരിയസ് ആയി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് ഡിസൈൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയൊക്കെ ഇത് ചെയ്യാം. കുറേ സുഹൃത്തുക്കളുണ്ട് യൂട്യൂബിൽ എങ്ങനെ ഇത് ചെയ്യാൻ അറിയാതെ ഇങ്ങനെ പല രൂപത്തിലും, അതായത് അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ആകാതെ കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ ചെയ്തു കൊടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ, ന്യൂ ലെയർ ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് ഇതൊക്കെ ചെയ്യാൻ. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ നമ്മുടെ മനസ്സിലിങ്ങനെ വരണം. അത് വരാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള നല്ല നല്ല ഡിസൈൻസ്, നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ഡിസൈൻസുകൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ ഉദിച്ച ഡിസൈൻസ് നമ്മളിങ്ങനെ ചെയ്യാണ്. എത്രത്തോളം വിജയിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് രസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത പ്രൊജക്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഓരോ മോഡൽ ഡിസൈൻസ് അനുസരിച്ച് നമ്മളിങ്ങനെ അതിനെ മാറ്റി കൊടുക്കുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് ഡ്രോപ്പ് ഷാഡോകൾ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ടച്ച് നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊന്ന് കൊടുത്തു നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ട്രോൺ മീഡിയ എന്ന ഫോണ്ടിന് ശേഷം നമ്മളിവിടെ ഡ്രോപ്പ് ഷാഡോ ക്ലിക്ക് ചെയ്യുന്നു. ചെറിയ തോതിലൊരു ഡ്രോപ്പ് ഷാഡോ നമ്മളിവിടെ കൊടുക്കും. നമ്മൾ ഐഡിയപരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഡ്രോപ്പ് ഷാഡോ ഒക്കെ കൊടുത്തു നോക്കുക. ഓക്കെ ഫൈൻ, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ എന്താണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ സാധാരണ അടിയിലായിട്ട് കൊടുക്കാറുണ്ട്. നമുക്കങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിന്ന് കോപ്പി ചെയ്തു.
പേസ്റ്റ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ചെറിയ ഷോർട്ടേജ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ട്രാവലിംഗ് ഇല്ല. ഓക്കെ, ഹൗസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ടൈപ്പ് ചെയ്തത്. ടെക്നോളജി ഹൗസ്, മോട്ടോ റിവ്യൂസ്, ഇൻ്റർവ്യൂസ് ആൻഡ് സ്റ്റോറീസ് ആൻഡ് ഹൗ ടു കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഹൗ ടു എഡിറ്റ്, ഹൗ ടു ക്യാമറ, അങ്ങനെ കുറേ ഓപ്ഷനുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലൊക്കെ അത് വിശദീകരിച്ച് പറയും. അപ്പോൾ നമ്മളിത് ചെറിയൊരു തോതിൽ എന്ത് ചെയ്യുന്നു, ഒന്ന് കളർ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഓക്കെ, ഐ തിങ്ക് വൈറ്റ് ഈസ് ഗുഡ്. നമ്മൾ ചെറിയ തോതിൽ എഡിറ്റിംഗ് ഇങ്ങനെ ചെയ്ത് നോക്കുക. രസമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കവിടെ കൊടുക്കാം. ഇതുപോലെയുള്ള നമുക്ക് ഇതിനും കുറച്ച് ഡ്രോപ്പ് ഷേഡോ കൊടുത്ത് നോക്കാം. ഇതിൻ്റെ കളർ നമുക്കൊന്നും കൂടി ഒരു വെറൈറ്റി ആയിട്ട് നമ്മളിങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഓക്കെ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ഇത് അത്യാവശ്യം ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇനിയും അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളതൊന്ന് നോക്കിയിട്ട് നമുക്ക് എന്തെല്ലാം ഇനി ഇതിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കുക. ഫോട്ടോഷോപ്പ് അറിയുന്ന ആളുകൾക്ക് നമ്മൾ ഈ ചെയ്യുന്നത് ഏകദേശമൊക്കെ മനസ്സിലാകും. ഒട്ടും അറിയാത്ത ആളുകളാണ് ഈ ഫോട്ടോഷോപ്പ് ഞാനിപ്പോൾ ഈ ഡിസൈൻ ചെയ്യുന്നത് കാണുന്നതെങ്കിൽ ചില തപ്പിപ്പായകൾ ഉണ്ടാകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ നമ്മൾ അടുത്തൊരു ട്യൂട്ടോറിയൽ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കുറച്ചൊക്കെ ഫോട്ടോഷോപ്പിനെ കുറിച്ച് ഐഡിയ ഉള്ള ആളുകൾ, എങ്ങനെ ചെയ്യേണ്ടി എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഫൈൻ. ആൻഡ് നമ്മൾ നമ്മുടെ ഹോൾഡ് ആർട്ട് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹോൾഡ് ആർട്ട്. നമുക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ എടുത്ത് നോക്കാം. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് ഇനി ചെയ്യാം. ഇനി എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചൊരു വർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോണ്ട് എടുക്കുകയാണ്. ഓക്കെ, നമ്മളിങ്ങനെ ഒരു സംഭവം ഇതിലേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആരോ മാർക്കും നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ സ്ട്രോക്ക് കുറച്ച് കുറക്കാനുണ്ട്. സ്ട്രോക്ക് കുറച്ച് കുറക്കാൻ. ഓക്കെ, സ്ട്രോക്ക് കുറച്ചു. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോണ്ടിനെ കുറച്ച് ഇതുപോലെ. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഡ്രോപ്പ് ഷേഡോ കുറച്ച് കുറക്കുകയാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ വളരെ ഒരു രസകരമായ രീതിയിൽ ഇത് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ലൈനും കൂടി കുറച്ച്. ഓക്കെ, ഫൈൻ. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, വളരെ നല്ലൊരു ലുക്ക് ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണൊരു ആർട്ട്, ചാനൽ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പൂർണ്ണമായിട്ട് ഒരു ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യാറ് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം.
എന്നാൽ മാത്രമാണ് ഒരു പ്രൊഫഷണൽ ലുക്ക് അതിന് അനുഭവപ്പെടുകയുള്ളൂ. നമ്മൾ ചൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചാണ് നമ്മുടെ ഫോണ്ടിൻ്റെ കളറുകളും അതുപോലെ തന്നെ ഡിസൈൻസുകളും ഒക്കെ നമ്മൾ മാറ്റേണ്ടത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഡിസൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്താൻ നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ. You and me, hanging from the willow tree, quietly drifting in the open breeze. Suddenly, the wind blows you